കുന്നംകുളത്തെ ജില്ലാ കലോത്സവം അതിൻ്റെ കലാശക്കൊട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമാപന ദിനമാണ്. ഇതുവരെയുള്ള മത്സരങ്ങളൊക്കെ തന്നെ വലിയ ആവേശത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമാപന ദിനത്തിലും വിവിധ വേദികളിൽ മത്സരം രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മത്സരം അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. സ്കൂളുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്, ഒപ്പം മത്സരാർത്ഥികളും വലിയ ആവേശത്തിലാണ്. എന്തായാലും പൊതുവെ ഈ ഒരു 3 ദിവസം തുടർച്ചയായുള്ള 3 ദിവസം അതിന് മുമ്പത്തെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു വിലയിരുത്തൽ നടത്തേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് ഇപ്പോൾ ഒപ്പമുള്ളത് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കൂടിയായ അജിത് കുമാരി ടീച്ചറാണ്. ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചറെ, എത്രത്തോളം ആവേശത്തിലാണ് വിദ്യാർത്ഥികളൊക്കെ? ഒപ്പം തന്നെ നമുക്കറിയാം, സമാപനത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം വിജയകരമായിരുന്നു ഈ ഒരു കലോത്സവം? വളരെ മനോഹരമായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പരാതികളും പരിഭവവും ഇല്ലാത്ത ഒരു ജില്ലാ കലോത്സവം, അത് ശരിക്കും കുന്നംകുളംകാർ ഏറ്റെടുത്തു. ഉത്സവമായിട്ട് തന്നെയാണ് ഈ ദിവസങ്ങളെല്ലാം കൊണ്ടാടിയിരിക്കുന്നത്. ചില സ്റ്റേജുകളിൽ കുറച്ച് ലാഗ് വന്നുവെങ്കിലും അത് കൃത്യസമയത്ത് തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നാണ് അതിൻ്റെ സമാപന സമ്മേളനം ഉള്ളത്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നു. കുന്നംകുളത്തിൻ്റെ നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും സഹായത്തോടെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ചില പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അത് എൻ്റെ കുട്ടി മത്സരിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് തന്നെ 1ാം സ്ഥാനം കിട്ടണം എന്നുള്ളൊരു മനോഭാവത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രയാസങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് ഉള്ളത്. പൊതുവേ നമുക്കറിയാം, കലോത്സവം എന്ന് പറഞ്ഞാൽ അപ്പീലുകളുടെ ഒരു മേളം കൂടിയാണ്. ഈ ഒരു കലോത്സവത്തിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ കലോത്സവങ്ങളെ അപേക്ഷിച്ച് എത്രത്തോളം അപ്പീലുകളുടെ ഒരു ഇതുണ്ടായിരുന്നു? കലോത്സവത്തിൽ അപ്പീലുകളുടെ എണ്ണം കുറവായിട്ടാണ് ഈ വർഷം അനുഭവപ്പെട്ടിട്ടുള്ളത്. വളരെ സിൻസിയറായിട്ട് മാത്രമാണ് കുട്ടികൾ കലോത്സവത്തിന് അപ്പീലായിട്ട് വന്നിരിക്കുന്നത്. അവർക്ക് ഉപജില്ലയിലെല്ലാം ഫസ്റ്റ് കിട്ടി, ഇവിടെ കുറച്ച് മാർക്കിൻ്റെ വേരിയേഷനേ ഉള്ളൂ, അതുകൊണ്ടാണ് അപ്പീൽ വരുന്നത് എന്ന് കുട്ടികൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് അപ്പീലുകളുടെ എണ്ണം വളരെ കുറവാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. പൊതുവെ സംഘാടനം, ഇപ്പോൾ ഫുഡ് കമ്മിറ്റി ആണെങ്കിലും പ്രോഗ്രാം കമ്മിറ്റി ആണെങ്കിലും അത്തരത്തിലുള്ള ആ ഒരു കമ്മിറ്റികളുടെ ചുമതല കൃത്യമായി ഏകോപിപ്പിക്കാനൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഒരു എത്രത്തോളം വിജയകരമാണ്? കമ്മിറ്റികളെല്ലാം തന്നെ നമ്മുടെ അധ്യാപക സംഘടന പ്രതിനിധികളാണ് കമ്മിറ്റികളുടെ കൺവീനർമാർ. അതുപോലെ തന്നെ ഈ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കൗൺസിലർമാരും അതിൻ്റെ ചെയർമാൻമാരുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റി നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിരിക്കുന്നത്. 17 സ്റ്റേജുകളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. കൃത്യമായിട്ട് വളരെ പ്ലാനോട് കൂടിയിട്ട് തന്നെയാണ്. ഞങ്ങൾ 1 മാസം മുന്നേ നടക്കുന്ന കലോത്സവമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടി. അതുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റി വളരെ കൃത്യതയോടെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ ബിനോയുടെ നേതൃത്വത്തിൽ ഇത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം എല്ലാ ദിവസവും പായസ സദ്യ ഒരുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഭക്ഷണം വളരെ ടേസ്റ്റ്ഫുൾ ആയിരുന്നു എന്നാണ് ഞാൻ കുട്ടികൾ കഴിക്കുമ്പോൾ അവരുടെ കൂടെയാണ് പോയിട്ട് ചോദിക്കാറുള്ളത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ ഭക്ഷണം നല്ല രുചികരമാണ് എന്നാണ് എല്ലാ കുട്ടികളും അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. 17 വേദികളിലും പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പാട്ടിനൊപ്പമായിരുന്നു ഭക്ഷണം കലവറ സജ്ജമാക്കിയിരുന്നത്. പാട്ട് കേട്ടുകൊണ്ട്, ടീച്ചർമാരെ പാട്ട് കേട്ടുകൊണ്ടൊക്കെ തന്നെ കലോത്സവത്തിൻ്റെ സദ്യ, സ്വാദിഷ്ടമായ സദ്യ കഴിക്കാൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രോഗ്രാം കൺവീനർ കൂടിയായിട്ടുള്ള മാഷ് ബിനോയ് മാഷ് നമ്മോടൊപ്പമുണ്ട്. ബിനോയ് മാഷെ, എത്രത്തോളം വിജയകരമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു? എത്രത്തോളം ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഈ സമാപന ദിനത്തിൽ എത്തി നിൽക്കുമ്പോഴുള്ളത്? നമ്മളെ ദിവസം ഈ നാസ് പരീക്ഷയും ഞായറാഴ്ചയുടെ ഇടയിലുള്ള പരിമിതമായ ദിവസമായിരുന്നു. അതിനുള്ളിൽ പ്രോഗ്രാം പരമാവധി സ്റ്റേജിൽ നടത്തുക എന്നുള്ളതൊരു വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളി ഒരുവിധം നല്ല രീതിയിൽ ചെയ്തു. പക്ഷേ നമ്മുടെ ചില അനാവശ്യമായ ഇടപെടലുകൊണ്ട് ചില വേദികൾ തുടങ്ങാൻ വന്ന് ഇന്നും അത്തരത്തിലൊരു ഇതിലാണ്. അനാവശ്യമായ ഇടപെടലെന്ന് നമുക്ക് തോന്നിയാലും അവരെ സംബന്ധിച്ച് അത് ആവശ്യമാണ്. അപ്പോൾ അവരെ ബോധിപ്പിക്കാനും അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കാനും പോലീസിൻ്റെ ഉൾപ്പെടെ സഹായം തേടാനും, ഇപ്പോൾ വന്നുള്ള ആരോപണത്തെ ചിലപ്പോൾ പോലീസ് സഹായം ഉൾപ്പെടെ തേടേണ്ട രീതിയിലേക്കുള്ള ആരോപണങ്ങൾ വന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഈ വേദിയിലേക്ക് എത്തിയത്. അത് അത്തരം കാര്യങ്ങളും കൂടി പരിശോധിച്ചു കൊണ്ടുപോകും. കുറച്ച് കുട്ടികളുടെ സമയത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസത്തെ പങ്കാളിത്തം വെച്ചിട്ട് ഏറ്റവും നല്ല ടൈം മാനേജ്മെൻറ്റിൽ അത് കുട്ടികളെ സംബന്ധിച്ച് അത്രയ്ക്കൊന്ന് ഞാൻ അവകാശപ്പെടില്ലെങ്കിലും അങ്ങനെ നടത്താൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ദിവസത്തിനുള്ളിൽ നടത്താനായിട്ട് പരമാവധി നല്ലൊരു ടീം
അതുപോലെ തന്നെ മറ്റ് കൺവീനർമാർ വേണ്ട സപ്പോർട്ട്, ഇപ്പോൾ ലൈറ്റ്, സൗണ്ട് ഇതൊക്കെ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് എമർജൻസി ആയിട്ട് തരാനും ഭക്ഷണം ഇതിനൊരു പ്രധാന ഘടകമാണ്. ഭക്ഷണത്തിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ കമ്മിറ്റികളുടെ ഭാഗത്തുനിന്നും അല്ല ഒത്തൊരുമ. എടുത്തു പറയേണ്ടത് ജനപ്രതിനിധികൾ ഒരു കോൾ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കും എന്ത് സഹായമാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ജനപ്രതിനിധികൾ MLA ഉൾപ്പെടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും നമുക്ക് നല്ല ആത്മവിശ്വാസത്തിൽ ഇത് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ വെല്ലുവിളികളും അത് കാരണം നല്ല ധൈര്യത്തിൽ നമുക്ക് പിന്നിലൊരു കൂട്ടുണ്ടെന്നുള്ള നിലയിൽ നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ മാഷ് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് കമ്മിറ്റി ആണെങ്കിലും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ടത് കമ്മിറ്റി അംഗങ്ങളാണ്, ഒപ്പം തന്നെ രക്ഷിതാക്കളാണ്, അധ്യാപകരാണ്, വിദ്യാർത്ഥികളാണ്, മത്സരാർത്ഥികളാണ്. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഓരോ കലോത്സവങ്ങളിലും അതിൻ്റെ മത്സരങ്ങളുടെ കാലതാമസം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അത് മത്സരാർത്ഥികളെ ബാധിക്കുന്നു, രക്ഷിതാക്കളെ ബാധിക്കുന്നു, അധ്യാപകരെ ബാധിക്കുന്നു. ഇതൊക്കെ കൃത്യമായ മുൻകരുതലോടെ കൃത്യമായ കൈയടക്കത്തോടെ അത് നടത്തിയെടുക്കുക എന്നുള്ളത് വലിയ ഉദ്യമമാണ്. എന്തായാലും അത്തരത്തിലുള്ള വലിയ വിജയമാണ് ഇവിടെ കുന്നംകുളം കലോത്സവത്തിൽ കൺവീനർമാരും അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളും മേലുദ്യോഗസ്ഥരും എല്ലാം തന്നെ കൃത്യമായി ചെയ്തിരിക്കുന്നത്. വലിയ മറ്റ് കലോത്സവങ്ങളെ അപേക്ഷിച്ച് വലിയ കല്ലുകളികളൊന്നും കൂടാതെ തന്നെ കുന്നംകുളം കലോത്സവത്തിൻ്റെ സമാപനത്തിൽ എത്തി നിൽക്കുന്നു. ഇനി ഏതാനും ചില മത്സരങ്ങൾ ബാക്കി നിൽക്കുന്നു. അതുകൂടെ പൂർണ്ണമായാൽ കലാശക്കൊട്ട് കലോത്സവം അടുക്കുകയാണ്. ഇതൊക്കെയാണ് കലോത്സവത്തിൻ്റെ ചുമതലക്കാരിൽ നിന്നും നമുക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത്.